മനുഷ്യപ്രകാരം അബ്രഹാമിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെട്ടവനായുള്ളവേ, നിന്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഇറങ്ങി വന്ന നിന്റെ രഹസ്യത്താൽ ഇസഹാക്ക് അവൻ്റെ പിതാവിനാൽ അറുക്കപ്പെടാനുള്ള കുഞ്ഞാട് പോലെ കൂട്ടിക്കൊണ്ടു പോകപ്പെട്ടു. ബലി കഴിക്കപ്പെടുവാനായിട്ട് യെരുശലേമിലേക്ക് നീ പ്രവേശിച്ചപ്പോൾ കഴുതമേൽ കയറിയ പ്രകാരം ഇസഹാക്ക് നിന്റെ സൂചനയാൽ കഴുതപ്പുറത്ത് കരേറിപ്പോയി. നീ അതിന്മേൽ കുരിശിക്കപ്പെട്ട മരത്തെ നീ വഹിച്ച് ഗൂഗുൽത്തായിലേക്ക് കരേറിപ്പോയതുപോലെ ഇസഹാക്ക് നിന്റെ സൂചനയാൽ വിറകുകൾ വഹിച്ച് പർവ്വതത്തിലേക്ക് കരേറിപ്പോയി. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് നീ നിന്റെ പിതാവിനോട് അപേക്ഷിച്ച പ്രകാരം നിന്റെ സൂചനയാൽ ബലിക്കുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് ഇസഹാക്ക് അവൻ്റെ പിതാവിനോട് ചോദിച്ചു. നിന്റെ പിതാവിനോടുകൂടി ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഉറപ്പിച്ച പ്രകാരം നിന്റെ സൂചനയാൽ അവൻ്റെ പിതാവിനോടുകൂടി ബലിപീഠം പണിതുണ്ടാക്കി. മൗനമായി നീ മരത്തിന്മേൽ തറയ്ക്കപ്പെട്ടതുപോലെ ഇസഹാക്ക് നിന്റെ രഹസ്യത്താൽ മൗനമായി ബന്ധിക്കപ്പെടുകയും വിറകിന്മേൽ വയ്ക്കപ്പെടുകയും ചെയ്തു. ലോകരക്ഷയ്ക്കായി നീ എഴുന്നള്ളി വരികയും സർവ്വലോകത്തിനു വേണ്ടി അർപ്പിക്കപ്പെടുകയും ചെയ്തതിനാൽ എൻ്റെ കർത്താവേ, കന്യകയിൽ നിന്ന് ജനിച്ച കുഞ്ഞാടെന്ന് നീ വിളിക്കപ്പെട്ട പ്രകാരം തൽക്ഷണം വൃക്ഷത്തിൽ നിന്നുള്ള കുഞ്ഞാട് നിന്റെ സൂചനയാൽ കാണപ്പെട്ടു. അവന് പകരം ബലി കഴിക്കപ്പെട്ട് അവനെ രക്ഷിക്കുകയും ചെയ്തു. വഞ്ചനയുടെയും പാപത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് നിന്റെ കഷ്ടാനുഭവത്താലും മരണത്താലും ലോകം സ്വതന്ത്രമാക്കപ്പെട്ടു. കർത്താവേ, അബ്രഹാം നിന്റെ സൂചനയിലും ഇസഹാക്ക് രക്ഷയിലും സാറ അവളുടെ പുത്രനെ കണ്ടതിനാലും ഏതു പ്രകാരം സന്തോഷിച്ചുവോ അപ്രകാരം നിന്റെ പിതാവും ലോകത്തെ നീ രക്ഷിച്ചതിനാലും നിന്റെ മാതാവ് നിന്റെ ഉയർപ്പിലും സന്തോഷിച്ചു. ദൈവമേ, പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ അഴിച്ച് സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്റെ ദിവ്യ ദർശനത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ആമേൻ.